ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു 3 അടിപൊളി എക്സ്പെരിമെൻറ്റ്സ് ആണ്. ടെക്ക് ഇട്ട് മടുത്തെന്ന് നിങ്ങൾക്കറിയാം, കാരണം അതിൻ്റെ വ്യൂസ് കാണുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും നിങ്ങളുടെ ടെക്ക് മടുത്തെന്ന്. അതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. കാറ്റഗറി മാറിപ്പോയതല്ല. അപ്പോൾ ഒരു 3 അടിപൊളി എക്സ്പെരിമെൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുക. നല്ല രസമാണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല രസമാണ് കാണാൻ തന്നെ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പേപ്പർ നമ്മളത് ഇതുപോലെ നമ്മുടെ ഒരു പേനയിൽ ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ്. ചുറ്റി എടുക്കുമ്പോൾ അത് എന്താ പറയുക, ഒരു നീളത്തിൽ സിലിണ്ടർ പോലെയാവും. ആ ഒരു സിലിണ്ടർ പോലെ ആയതിനു ശേഷം നമ്മളത് ഇതുപോലെ ഒരു പ്ലെയറിൽ ഇങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തോട്ട് വെക്കുകയാണ്. വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ലൈറ്റർ എടുത്തതിന് ശേഷം നമ്മളത് ഈ ഒരു എന്താ പറയുക അതിൻ്റെ മേളിൽ കത്തിച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് കത്തി പിടിച്ചോളും. കത്തുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മാജിക്ക് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണം. ഈ ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മേളയിൽ നിന്നുള്ള കത്തുന്ന ആ ഒരു പുക ആ ഒരു ഹോളിൽ കൂടെ ഇറങ്ങി താഴോട്ട് വരുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ശകലം കത്തുമ്പോഴേ അത് നമുക്ക് വരുന്നത് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാം, അതാ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്നതെന്ന് പറയുമ്പോൾ സാധാരണ പുക മുകളിലോട്ടാണ് പോകുന്നത്, പക്ഷേ ഇത് നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി വരുന്ന പോലെയാണ് നമുക്കിത് വരുന്നത്. കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ കാണാൻ പറ്റുന്നത്, പക്ഷേ നല്ല രീതിയിൽ നമുക്കിവിടെ വരുന്നത് കാണാൻ പറ്റും. ആ ഒരു പുക ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അടിപൊളി തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സാധനമാണ്. അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് ഇതുപോലത്തെ ഒരു ഇരുമ്പ് അടപ്പെടുത്തിട്ടുണ്ട്. അടപ്പെടുത്തതിന് ശേഷം നമ്മളത് ഇവിടെ ശകലം മെഴുകെടുത്തിട്ടുണ്ട്. മെഴുകെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഒരു മെഴുതിരി എടുത്തിട്ടുണ്ട്. മെഴുതിരിയുടെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഴുക് നമുക്ക് ഈ ഒരു അടപ്പനകത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, പൊടിച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു മെഴുതിരി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മെഴുതിരി വെച്ച് നമ്മളൊരു സ്റ്റാൻഡൊക്കെ തട്ടി കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് ഈ ഒരു മെഴുക് ഉരുക്കണം. അപ്പോഴത്തേക്കും ഈ ഒരു മെഴുതിരി കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു അടപ്പ് അതിൻ്റെ മേളിൽ വയ്ക്കുക. ഇതാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡാക്കി നമ്മൾ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് അധികം ആരും ട്രൈ ചെയ്ത് നോക്കേണ്ട, കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ ഒരു മെഴുകുതിരിയുടെ ആ ഒരു ചൂട് കൊണ്ട് നമ്മുടെ ആ ഒരു വാക്സൊക്കെ ഉരുവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വാക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പച്ച വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വാക്സിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മാജിക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ഫോഗിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ ഒരു സ്പ്രേ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ക്യാൻഡിലിൽ അടിച്ച് നോക്കാൻ പോവുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതായത് സ്ലോ മോഷനിൽ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൽ വരുന്നതെന്നോ. നല്ല രീതിയിലുള്ള എന്താ പറയുക, ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ നല്ല രീതിയിൽ കത്തും, പക്ഷേ ഫോഗിൽ ആൽക്കഹോൾ കുറവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ആരും വീട്ടിൽ അനുകരിക്കരുത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും